ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മൈ ഫ്ലവർ. ഇന്നിവിടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് അതിഥിയുണ്ട്, ഞങ്ങളുടെ അബികയിൽ. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അരിമുറുക്കാണ്. അരിപ്പൊടിയാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കടലമാവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു കാരബൂന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരെ കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. അരിമുറുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ്. ഇപ്പം നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് കടലമാവാണ്. അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 പൊടികളും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ കടലമാവില് ചെറിയ കട്ടകളെല്ലാം കാണും. അത് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം. അരിച്ചു കഴിഞ്ഞ അവസാനം ഈ കാണുന്ന പോലെയുള്ള വലിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിക്കളയാം. അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഉപ്പുപൊടി നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളമൊക്കെ ഇട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാൻ ബുദ്ധിമുട്ടാവും. ഇടക്ക് വായിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഉപ്പും എണ്ണയും എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിയിൽ പിടിക്കുന്നത് വരെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് എരിവ് ചേർത്താൽ മതി. ഇതിലേക്ക് കായപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ചെറിയ ജീരകവും എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. എന്നാൽ മാത്രമേ മുറുക്കുണ്ടാക്കി വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഇതിലേക്ക് കുറേശ്ശെ തളിച്ച് കൈകൊണ്ട് വീണ്ടും ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കണം. ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചിരിക്കുന്നത്. അധികം ചൂടൊന്നും വേണ്ട. വെള്ളത്തിന്റെ തണുപ്പൊന്നും മാറിയാൽ മാത്രം മതി. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ കുഴച്ച് ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ അയവില് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുറുക്കുണ്ടാക്കുന്ന അച്ച്. സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ചെറിയ സ്റ്റാർ ഉള്ളതും വലിയ സ്റ്റാറുള്ള അച്ഛൻ സേവനാഴിലുണ്ടാവും. ഞാൻ കുറച്ച് വലിയ സ്റ്റാറുള്ള അച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അച്ച് നമുക്ക് സേവനാഴിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷോ കൈയോ ഉപയോഗിച്ച് സേവനാഴിയുടെ അകത്ത് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇങ്ങനെ സേവനാഴിയുടെ അകത്ത് എണ്ണ തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും മാവൊന്നും സേവനാഴി പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് സേവനാഴിയുടെ അകത്തേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം സേവനാഴി മൂടി മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മുറുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. മാവ് നല്ല കറക്റ്റ് പാവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പൊട്ടാതെ കിട്ടണം. എന്നാൽ ഇതാണ് കറക്റ്റ് പാകം. മുറുക്കൊട്ട് പൊട്ടിപ്പോകാതെ സേവനാഴിന്ന് ഇങ്ങനെ വീണ് കിട്ടും. ഇതാണ് കറക്റ്റ് പാകം. ഇവിടെ നമ്മൾ മുറുക്കിന്റെ മാവ് കുഴച്ചെടുക്കുന്നത് നല്ല കറക്റ്റ് പാകത്തിലാണ്. നമ്മൾ മുറുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ മാവ് കട്ടി കൂടിയതായിരിക്കും. അപ്പോൾ ലേശം വെള്ളം തളിച്ച് കുഴിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ മാവ് ലൂസായി പോയാലും മുറുക്കിന് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. മുറുക്കുണ്ടാക്കാനായിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലൊരു വലിയ പ്ലേറ്റ് കമത്തി വെച്ചിട്ട്
അതിന്റെ പുറത്തേക്ക് നമുക്ക് സേവനാഴിന്ന് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഒരു കൈ കൊണ്ട് സേവനാഴി പിടിച്ച് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് പതുക്കെ വിരൽ കൊണ്ടൊന്ന് താഴേക്ക് വീഴുന്ന മാവൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. മുറുക്ക് ചുറ്റിച്ചതിന് ശേഷം കൈകൊണ്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വറക്കുന്ന സമയത്ത് മുറുക്ക് പെട്ടെന്ന് വിട്ടുപോകും. അപ്പൊ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. നമ്മൾ മാവ് കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മുറുക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് നമുക്ക് വറുത്തെടുക്കാം. മുറുക്കുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോന്ന് അറിയാനായിട്ട് നമുക്ക് മുറുക്കിന്റെ മാവിൽ നിന്ന് ലേശം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇട്ട മാവ് കോരി മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒരു ചട്ടകം ഉപയോഗിച്ച് നമുക്ക് മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 മുറുക്ക് വീതം ഇട്ട് നമുക്ക് വറുത്തെടുക്കണം. കൂടുതൽ കുത്തി നിറച്ചിടരുത്. കൂടുതൽ നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാവും. മുറുക്ക് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. മുറുക്കിട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ മുറുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുറുക്ക് ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ മാത്രം തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ മുറുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുറുക്ക് ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ മുറുക്ക് പാകമായി വന്നിട്ടുണ്ട്. മുറുക്ക് പാകമായി വരുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് ആ ബബിൾസ് വരുന്നെല്ലാം കുറഞ്ഞു വരും. ആ സമയത്ത് മുറുക്ക് പാകമായെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മുറുക്ക് കോരി മാറ്റാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട. നമ്മൾ എണ്ണയിൽ നിന്ന് ഈ മുറുക്ക് കോരി മാറ്റി കഴിഞ്ഞാലും കുറച്ച് സമയം ആ ചൂട് കൊണ്ട് മുറുക്കിന് ബ്രൗൺ കളർ വരും. ഞാൻ പറയുന്ന അളവിൽ മുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 18-20 മുറുക്ക് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ള മുറുക്ക് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം വറുത്തെടുത്തു കഴിഞ്ഞ് വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായ നമ്മുടെ അരിമുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായൊരു മുറുക്കാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.